ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പറ. ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അലൂസിന്റെ പിറന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡെലിവറി സ്റ്റോറി പാർട്ട് 3 അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ഇന്നത്തേക്ക് നീങ്ങിപ്പോയത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പാർട്ട് 2 കൂടി അവസാനിപ്പിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അലൂസ് സമ്മതിച്ചില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ പാർട്ട് 3 കൂടെ വന്നത്. അപ്പൊ എന്തായാലും ആഫ്റ്റർ ഡെലിവറിയും കൂടെ ഉള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കും കേട്ടോ. ഇൻക്ലൂഡ് ചെയ്യൂ കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും പോയി സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എൻ്റെ ഇൻസ്റ്റയിൽ നമ്മളൊരു കോൺടെസ്റ്റ് ഉണ്ട്. അത് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ ലൈക്ക് അടിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഡെലിവറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ബെഡിലേക്ക് എന്നെ മാറ്റി. അതുവരെയുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി വൈകിട്ടപ്പേണ വിചാരിച്ച് നടന്നില്ല. പോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് എന്നെ ഡെലിവറിന്റെ ആ ബെഡിൽ കിടത്തി. അതുവരെ ഒന്നും അമ്മേനെ ഒന്നും ഉള്ളിലേക്ക് കിടത്തിയിട്ടുണ്ടായില്ല. അതിന് തൊട്ട് മുമ്പ് പേപ്പറിൽ എങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം ലേബർ റൂമിൽ അതായത് മെന്റൽ സപ്പോർട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ, അതായത് കുട്ടികൾ, ഞാൻ എന്നെ തന്നെ കുട്ടിയെന്നാണ് വിളിക്കുന്നത്, പ്രഗ്നന്റ് ആയിട്ടുള്ള ഡെലിവറിക്ക് കയറ്റുന്നവരുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡറിനെയും കൂടെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ സമാധാനിച്ച് നിൽക്കുമായിരുന്നു. ഹസ്ബൻഡിനെ കയറ്റില്ല കേട്ടോ, പെണ്ണുങ്ങളെ മാത്രമേ കയറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതല്ല എന്റെ ആഗ്രഹമല്ല പറയുന്നത്, നടത്തുമെന്ന് പറഞ്ഞത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഹസ്ബൻഡൊക്കെ കൂടെ കയറണം ഈ ഡെലിവറിന്റെ സമയത്ത്. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് പ്രസവിക്കുന്നത് എല്ലാ ആണുങ്ങളും അറിയണം. പക്ഷെ അതൊന്നും ഇതിനായിട്ട് നടക്കൂലല്ലോ, എപ്പോഴേ നടക്കുമായിരിക്കും. എന്നിട്ട് ഒരു ബൈസ്റ്റാൻഡർ, ലേഡി ആയിട്ടുള്ള ബൈസ്റ്റാൻഡറിനെ ഉള്ളിലേക്ക് കയറ്റുക. അതായത് നമ്മളെ അമ്മയോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉള്ളിലേക്ക് കയറ്റുന്നൊരു റൂളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിച്ച് നിന്നിരുന്നു. പക്ഷെ ആ സമയത്ത് കൊറോണന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറ്റേണ്ട ചാൻസ് വളരെ കുറവാണ് എന്നും കേട്ടു. അപ്പോൾ എന്തായാലും എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഉള്ളിലുള്ള അവസ്ഥയൊക്കെ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ മനസ്സിലായിണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ലേബർ റൂമിൽ പിന്നെ പ്രോപ്പർ ആ ബെഡിൽ എത്തിയിട്ട് എനിക്ക് ആ വേദന എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് അറിയുന്നെങ്കിൽ ആദ്യം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേനെ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി പ്രതിപാദിക്കാറുണ്ട് കേട്ടോ. അവിടെ പോ. ഓക്കെ, ഇപ്പോൾ വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മുങ്ങല. ഓക്കെ, അപ്പൊ എന്തായാലും ആ സമയത്ത് എനിക്കൊരു പെയിൻ എത്രത്തോളം ഉണ്ടായിരുന്നു, അതിന് സിവിയറിറ്റി ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. എങ്കിലും അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് കേൾക്കാനായിരിക്കും കുറെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇത് കേട്ട് ടെൻഷൻ ആവുകയും വേണ്ട. ചിലപ്പോൾ എന്റേതുപോലെ ആയിരിക്കില്ല നിങ്ങളത്, ചിലപ്പോൾ ഈസി ആയിരിക്കും. എന്റേത് ഈസി ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര അത്ര സ്ട്രഗിൾ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഡെലിവറിന്റെ ആ ഒരു പീക്ക് പെയിൻ അത് എനിക്ക് സത്യമായിട്ടും എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ എന്തായാലും ബേബി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, അത് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്, ബേബി പുറത്തോട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. അതായത് എനിക്ക് അറിയാവുന്ന മുഖങ്ങളൊന്നും ചുറ്റില്ല. അതെല്ലാവരുടെയും അവസ്ഥ തന്നെയായിരിക്കും. എന്നാലും എൻ്റെ മെൻ്റലി ഉള്ള ഒരു സ്ട്രഗിളാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് അറിയാവുന്ന ആൾക്കാരൊന്നും ചുറ്റുമില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു
എന്താ പറയുക, ഒരു സപ്പോർട്ടിന് ആരും എൻ്റെ കൂടെ ഇല്ല എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, എന്തോ ഒരു മൈൻഡായിരുന്നു ആ സമയത്ത്. പിന്നെ കുറേ ഞാൻ ദൈവത്തിനെ വിളിച്ചു, അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും വേഗം ഒന്ന് ഡെലിവറി കഴിഞ്ഞ് തരണേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ഞാൻ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഡോക്ടർ, ചിലപ്പം ഓരോരുത്തർ ഭാഗ്യം പോലെയല്ലേ, അതായത് നമ്മൾ ഡെലിവറി ഉണ്ടാകുമ്പോൾ കറക്റ്റ് നമ്മുടെ ഡോക്ടറിനെ അവിടെ അറ്റൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മൾ കണ്ട് ഇതായിട്ടുള്ളൊരു മുഖം അവിടെ കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം എൻ്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ബേബി പുറത്ത് വരുന്നുണ്ട്, പെയിൻ വരുന്ന സമയത്ത് പ്രഷർ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ തന്നു. പിന്നെ അത്രയും നേരം ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ, അതായത് ഞാൻ അലമുറയിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഓക്കെ, അവിടെയുള്ള ഡോക്ടേഴ്സിനെ പറഞ്ഞു, ഇതൊരു ഡോക്ടറാണ് കേട്ടോ, ഇതൊരു ആയുർവേദ ഡോക്ടറാണ്, ഹൗസ് സർജൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയേ ഡെലിവറിൻ്റെ സമയത്തും എൻ്റെ എന്താ പറയുക ഉൾമനസ്സിൽ കത്തി, ഡോക്ടറാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അലമ്പായി കരഞ്ഞാൽ എങ്ങനെയാണ്. പക്ഷെ എന്നാലും കരയേണ്ടതൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് എന്തായാലും അമ്മയും കിറ്റൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ വന്നു എൻ്റെ അമ്മ കേട്ടോ, റീനമ്മ. അങ്ങനെ റീനമ്മയും വന്നു. റീനമ്മ വന്നിട്ട് ഞാൻ എനിക്ക് കൈയൊന്നും തരണ്ടെന്ന് പറഞ്ഞു സിസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടോ. കാരണം കൈയൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളെ പെയിനിൽ, അത് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പോസ്റ്റിങ്ങിനുള്ള സമയത്ത് തന്നെ പറയും, പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ കൈയൊന്നും കൊണ്ടുവച്ച് കൊടുക്കുന്നത്, അവരുടെ പെയിന് നമ്മളെ പിടിച്ച് എന്താ പറയുക ഭയങ്കര പ്രഷർ തരും. അപ്പോൾ അമ്മ അങ്ങനെ കുറച്ചിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നേ. വിട്ടു തന്നാൽ എന്തായാലും നന്നായിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പറയുന്നുണ്ട്, നീ കരഞ്ഞിങ്ങനെ അലമ്പാക്കാതെ പ്രസവിക്ക് പോവേന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോണ്ടല്ലോ എൻ്റെ ഈശ്വരൻ, ഇത്രയും വേദന സഹിച്ച് ഞാനിവിടെ കരയുമ്പോൾ അമ്മ പറയുക അലമ്പാക്കാണ്ട് പ്രസവിക്കുമെന്ന്. എന്തായാലും ആ ഒരു ടൈം എനിക്ക് ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ചുറ്റും ഇട്ടായിരുന്നു സത്യമായിട്ട്. എനിക്ക് എൻ്റെ മോനെ പിന്നെ ബേബി പുറത്ത് വന്നിട്ട് പിന്നെ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു ചുറ്റും. അങ്ങനെ ഭയങ്കര ഇരുട്ട്, എനിക്കൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ബേബി കരയുന്ന സൗണ്ട് കേട്ടു. എന്താ കുട്ടീന്നൊന്നും എനിക്ക് ആ ഒരു മൈൻഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബേബീനെ നമ്മളെ ചെസ്റ്റിന് മുകളിൽ ഇങ്ങനെ ഇവിടെ വെച്ച് തന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, മോളെ ബേബീനെ പിടിക്കുക എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ സിസ്റ്റർ. അപ്പോൾ ഞാനങ്ങനെ കൈകൊണ്ട് പരതി, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് പരതി അവനെ പിടിച്ച് എന്നിട്ട് അപ്പോഴും ബേബി എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാനിട്ട് എനിക്കിങ്ങനെ പിടിച്ചിട്ട് അതേപോലെ തന്നെ ഞാൻ അങ്ങനെ കിടന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഇതായിപ്പോയി, എന്താ പറയുക മൈൻഡ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി, ഫുള്ള് ഇരുടായിപ്പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എനിക്കിപ്പോഴും അത് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ചു എന്ത് ബേബിയെന്ന് ചോദിച്ചു. എനിക്ക് എന്ത് ബേബിയാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. അത് ഞാൻ ആദ്യത്തെ ബേബി അല്ലേ. എന്തായാലും ഒരു പെൺകുട്ടി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് ഫസ്റ്റിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക എന്ത് ബേബി ചോദിച്ചു. അപ്പോൾ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത്രയും. പിന്നെ അവൻ്റെ കുഞ്ഞു കാലൊരു മിന്നായം പോലെ ഒന്ന് കണ്ടു കാല്. പിന്നെ എൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് തന്നപ്പോൾ ഞാൻ ഫേസും ഒന്ന് കണ്ടു. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫേസ് കണ്ടു ജസ്റ്റ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവനെ പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ ഇവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേബീനെ കൊണ്ടുപോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ പറയില്ലേ എനിക്ക് എപ്പിസോട്ടമി ചെയ്യുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ എപ്പിസോട്ടമി സ്റ്റിച്ച് ചെയ്യുന്ന വേദന അറിയാനുണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടല്ലോ നേരത്തെ ഒരു മെയിൽ ഡോക്ടർ, ഞാൻ അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ബേബി പുറത്ത് വന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അത് നോക്കിക്കൊണ്ടിരുന്നൊരു മെയിൽ ഡോക്ടർ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഹൗസ് സർജൻ ആണല്ലേ ഏതാണ് ബാച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2K14 ബാച്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആണോ നമ്മളേതാ ബാച്ചെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു PGs ആണോ ചോദിച്ചു. PGക്കാരെങ്ങനെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞു ഇല്ല നമ്മളും 2K14 ബാച്ചാണ്. ഞാൻ അന്നേ നമ്മൾ സെയിം ബാച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊരു മോശം ഒന്നല്ല കേട്ടോ പറയണേ. അവർക്കും പഠിക്കണ്ടേ, നമ്മളും ഹൗസ് സർജനാണ്. അപ്പോൾ എന്തായാലും പഠിക്കേണ്ട കാര്യമൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും എന്താ പറയുക പിന്നെ ആ ഒരു അത് അവരിങ്ങനെ സംസാരിക്കുക, നമ്മളിങ്ങനെ എന്താ പറയുക എന്തൊക്കെയോ സംസാരിച്ചു. എനിക്ക് കറക്റ്റൊന്നും ഓർമ്മയില്ല. എപ്പിസോഡമേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ മൈൻഡ് കൂളാക്കാനായിരിക്കാം അവരെന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ആ സമയത്ത് ടാറ്റൂൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടാറ്റു എന്താ, പിന്നെ ഇതിപ്പോൾ എന്താണ് സംഭവം, ഏട്ടൻ്റെ പേരാണ് അടിച്ചിരിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ടാറ്റുവിൻ്റെ എന്താ പറയുക ടാറ്റുവിൻ്റെ കാര്യം അങ്ങനെ വേദന ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ മോനെ കാണാനുള്ള ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ കേട്ടോ. എത്രയും പെട്ടെന്ന് മോനെ കണ്ടാൽ മതി അങ്ങനെയൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എപ്പിസോട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തു.
അത് കഴിഞ്ഞ് പിന്നെ സ്ട്രെച്ചർ കൊണ്ട് അവർ വന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഇപ്പോഴും കോമഡി. കാരണം ഡെലിവറീൻ്റെ വേദന വന്നപ്പം ഇപ്പം ഡെലിവറീൻ്റെ ബെഡിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആദ്യം സ്ട്രെച്ചർ വന്നല്ലോ, അവർ പിടിച്ച് കിടത്തേണ്ടത് മതി, അതിന് ഓടിക്കയറുക ചെയ്തത്. പക്ഷെ ഇത് എന്നെ ഭയങ്കര വയ്യ എന്നുള്ള മട്ടിലായിരുന്നു. അങ്ങനെ അവർ പിടിച്ചിട്ട് പിന്നെ സ്ട്രെച്ചറിലൊക്കെ കിടത്തി. അങ്ങനെ നമ്മളെ വേറെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു വാർഡുണ്ട്. അപ്പോൾ അവിടേക്കാണ് കൊണ്ടുപോയത്. അമ്മയാണ് കൂടെ ഉണ്ടായത്. ഒരാളെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി എന്നെ അവിടെ ബെഡിൽ കിടത്തി. ബേബീനെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ബേബി മെക്കോണിയൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ബേബിക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ മോൻ നല്ല ലെങ്ത് ആയിരുന്നു. ബർത്ത് വെയിറ്റ് 3.2 കിലോ ആയിരുന്നു. പിന്നെ ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു ആള്, പക്ഷേ നല്ല നീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളിങ്ങോട്ട് പോരാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ വെയിറ്റ് കാണുമ്പോ ആളെ എത്ര വെയിറ്റ് എന്ന് തോന്നുന്നില്ല. വാ അല്ലൂസ് ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുണ്ട്. അവനവിടുന്ന് അവിടേക്ക് ഞാൻ കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ. അതാണ് അല്ലൂസിനെ കൊണ്ട് വരട്ടെ ചോദിക്കുക. അപ്പൊ എന്തായാലും ആളെ കാണുമ്പോൾ നമ്മൾ 3.2 കിലോ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതൊന്നും തോന്നുന്നുണ്ടായില്ല. കാരണം ആള് അത്ര മെലിഞ്ഞൊരു ലുക്ക് തന്നെയായിരുന്നു. ഇപ്പത്തെ ലുക്ക് തന്നെയാണ് കേട്ടോ. അല്ലൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് അങ്ങനെ ഞങ്ങളുടെ മുത്തനെ ഞങ്ങളെ കയ്യിൽ കിട്ടിയില്ലേ. 3.2 കിലോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ആളിപ്പോഴും നല്ല നീളമുണ്ട്. അപ്പൊ അതുകൊണ്ട് അധികം എന്താ പറയാ തടി തോന്നിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് കേട്ടോ. അങ്ങനെ അല്ലൂച്ചിനെ എന്ത് ചെയ്തു? അല്ലൂച്ചിനെ നമ്മള് അവര് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് ഇവനെ കാണണം, അതാണ് ഭയങ്കര ഇത്. അപ്പൊ ഞാനിങ്ങനെ അമ്മേനോട് ചോദിക്കുന്നത് എന്താ മോനെ കൊണ്ടുവരാത്ത എന്റെ അമ്മേ പി ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ പോയിരുന്നേ. ഇത് കണ്ടപ്പോ ആള് ഭയങ്കര ഇതായി. അപ്പൊ എന്തായാലും പിന്നെ ഇവനെ അമ്മ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അമ്മീ മുടിയൊക്കെ പറിച്ചിട്ട് പോകുന്ന കേട്ടാ. അങ്ങനെ അവനെ അമ്മ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവന് ഞാൻ ഫസ്റ്റ് ടൈം പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു ഇച്ചിരി നേരം പാലൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ എല്ലാവരോടും പറയാം. ആ സമയത്ത് ആ ഒരു ടെൻഷൻ വേണ്ട. കാരണം ഫസ്റ്റ് ടൈം നമുക്ക് കൊളസ്ട്രോൾ, അതായത് ഒരു ലൈറ്റ് യെല്ലോ കളർ ഞാൻ ഒന്ന് പറയട്ടെ ഇവരുടെ അടുത്ത്. ലൈറ്റ് യെല്ലോയിഷ് കളറിൽ ഒരു പിന്നെ അലമ്പാക്കല്ലേ പറഞ്ഞു കൊടുക്കട്ടെ. ലൈറ്റ് യെല്ലോ കളറിൽ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് ഉണ്ടാവുക. അതായത് നമ്മൾ കറക്റ്റ് പാല് പോലെ ഒന്നല്ല ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് അത് അറിയാത്തവർ ടെൻഷൻ അടിക്കണ്ട. എങ്കിൽ പോലും ഇവർക്ക് വിശപ്പ് മാറാനുള്ളത് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ എത്ര അറിയെങ്കിൽ പോലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്തായാലും ഇവന് കുറച്ച് നേരം ഒന്ന് പാല് കൊടുത്തിട്ട് പോവരുത്, ഇനി ഏട്ടന്റെ ടേൺ ആണ്. അങ്ങനെ ഇവനെ പുറത്തേക്ക് കൊണ്ടുപോയി. ചെക്കൻ അലമ്പാക്കി അവനെ കൊണ്ടുപോയി കേട്ടോ. ഒന്നും സമ്മതിക്കില്ല. അതാണ് അവനെ ഉറങ്ങുന്ന സമയത്തൊക്കെ എടുക്കണം. അതാണ് കുറെ വീഡിയോയിൽ അവനെ കാണാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നത്? ഓക്കെ. അപ്പൊ പാല് കൊടുത്തു, ഒരു ഇച്ചിരി നേരം പാല് കൊടുത്തിട്ട് അവനെ പിന്നെ അമ്മ പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യണം അവനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആൺകുട്ടിയാണ് എന്നുള്ളത് എല്ലാവരും അവരറിഞ്ഞു. അതായത് പുറത്ത് അമ്മയും അച്ഛനും അപ്പുമാണ് നിൽക്കുന്നത്. അപ്പൊ അവരറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉഷമ്മ നമ്മൾ ഈ കിടക്കണ വാർഡില്ലേ അവിടേക്ക് വന്നു. ഓക്കെ, ഉഷമ്മ വന്നു. റീനമ്മ ബേബീനെ കൊണ്ടുവന്നു. ഇച്ചിരി പാല് കൊടുത്തു, ഇച്ചിരി നേരം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉഷമ്മ വാങ്ങി അവനെ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. ആരെ കാണിക്കാൻ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പു ഉണ്ട്. അമ്മ ഉള്ളിലായില്ലേ, അപ്പും അച്ഛനും ഉണ്ട് പുറത്ത്. ഓക്കെ, അങ്ങനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പം കോമഡി, മാമന്റെ മോളാണ് വരാൻ പോണതെന്ന് പറഞ്ഞോണ്ടിരുന്ന ആൾക്ക് സർപ്രൈസ് ആയിട്ട് അല്ലൂസ് പോയി. ആൺകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഓനങ്ങനെ ഇതൊന്നും ഉണ്ടായില്ല. കാരണം ബേബി ഓക്കെ ആയാൽ മതി എന്നേ ഉള്ളൂ. അങ്ങനെ ഓൻ ആ കണ്ട സന്തോഷത്തിൽ ഫസ്റ്റ് അവന്റെ കയ്യിലാണ് കൊടുത്തത് പിന്നെ ടർക്കിയും പിന്നെ ഇവൻ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നു. അച്ഛൻ ടർക്കി വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ഡ്രസ്സൊന്നും അപ്പം ഇടിയിക്കില്ല എങ്കിൽ പോലും അങ്ങനെ കവർ ചെയ്തിട്ട് കൊണ്ടുപോയി. പിന്നെ ഏട്ടന് കാണിച്ചു കൊടുത്തത്. ഓക്കെ, അത് ഏട്ടൻ വന്നിട്ട് പറയാം. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ആ സമയത്ത്, അതായത് ഡെലിവറി കഴിഞ്ഞ പാടും നമ്മളെ വാർഡിലേക്ക് കൊണ്ടുവരുന്നില്ലേ, ആ സമയത്ത് നമുക്ക് പെയിൻ ഒന്നും അങ്ങനെ അറിയുന്നുണ്ടായില്ല കേട്ടോ. കാര്യമായിട്ട് എനിക്കങ്ങനെ പെയിൻ ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് എനർജി ലോസ് ആയിട്ടുണ്ടാവുമല്ലോ ഈ ഡെലിവറിയുടെ സമയത്ത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്, അതായത് നമുക്കൊരു എനർജി ലോസ് പോലെ ഇങ്ങനെ തോന്നും. അതായത് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക്, എങ്കിൽ പോലും കുറച്ചിങ്ങനെ എണീറ്റ് നടക്കാനൊക്കെ എന്തായാലും അമ്മേനെ ഹെൽപ്പ് വേണമല്ലോ. കാരണം അവിടെ എന്തായാലും ഒരു വൂണ്ടുണ്ട്, ഒരു മുറിവുണ്ട്.
പക്ഷെ എന്താണ് ആ മുറിവിന്റെ വേദന നമ്മൾ അപ്പം അറിയുന്നതേ ഇല്ല, എനിക്കപ്പം അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബേബീസ് ആയിട്ട് അമ്മമാരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിട്ട് സന്തോഷം. ഇനി അല്ലൂസിനെ പുറത്ത് കൊണ്ടേ കാണിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടണം. അവനങ്ങനെ കൈ കിട്ടാൻ വേണ്ടി കൈ തരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ കിട്ടിയപാട് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ആദ്യമായിട്ട് നല്ല എപ്പോൾ അമ്മയായിരുന്നു അമ്മമാർക്ക് എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എങ്കിലും എനിക്കിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ അവനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഞാൻ അത്രയും ഭയങ്കര എന്താ പറയാ, ഒരു വാവ് അടിച്ചു നിൽക്കുന്നത്, വണ്ടർ അടിച്ചു നിൽക്കൂലേ, അതുപോലെ കുഞ്ഞു കയ്യും കുഞ്ഞു കാലൊക്കെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി. പിന്നെ കുറേ ഉമ്മയൊക്കെ കൊടുത്തു, അങ്ങനെ പാലൊക്കെ കൊടുത്ത്, അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഒരു വേറൊരു ഫീലാണ് കേട്ടോ. അയച്ചാൽ പറഞ്ഞു തരാനാവില്ല മക്കളെ. അനുഭവിച്ച ആൾക്കാരുണ്ടാവും, ഞാൻ അനുഭവിക്കാൻ പോണ ആൾക്കാരുണ്ടാവും, അല്ലാത്തൊരു വേഗം അനുഭവിക്കട്ടെ, കല്യാണം കഴിയാത്തവരോ കല്യാണം കഴിച്ചിട്ട് അനുഭവിക്കട്ടെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അവൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഡെലിവറി കഴിഞ്ഞ പാടും എൻ്റെ മേൽ വെച്ചൊന്നും എനിക്ക് അത്ര ബോധം ഉണ്ടായില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ അവനെ തൊടാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോധം വന്നു കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോണ്ടല്ലോ, അതും ഭയങ്കര പാറ്റ, എന്താ പറയുക, എന്തോ ഒരു ഫീല്. ആ സമയത്ത് ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച സമയമാണ്. പ്രഗ്നൻസി ടൈമിൽ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതിനേക്കാളും ഞാൻ ഡെലിവറിൻ്റെ ടൈമിൽ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചത്. നമുക്ക് ഒരുമിച്ച് ഇവനെങ്ങനെ ഈ കുഞ്ഞി അല്ലൂസിനെ കാണുമ്പോൾ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ, അപ്പോൾ അതൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഡെലിവറീൻ്റെ സമയത്ത് ബേബി പുറത്ത് വന്ന സമയത്ത് എനിക്ക് ബോധമില്ല, ഇവനെ കയ്യിൽ കിട്ടിയിട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അമ്മ കരയുന്നേ കണ്ടിട്ടുണ്ട് വീരമ്മ. പിന്നെന്താ പറയുക, അതൊരു ഇപ്പോഴും പറയുമ്പോൾ ഇനി ഏട്ടൻ പറ. ഓക്കെ, അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ പീക്ക് ലെവലെത്തുമ്പോൾ ഏട്ടൻ വന്നത്. ഞാൻ ഇങ്ങനെ അല്ലൂസിനെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ്, ആ ഒരു വാവ് മൊമെന്റ്, അങ്ങനെ പിന്നെ ഒരു ദുഷ്ടം കൂടല്ലാത്തതിൻ്റെ സങ്കടം, അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി ഏട്ടൻ എങ്ങനെയാണ്, മോനാണ് പറഞ്ഞത്? അത് സത്യമായിട്ട് ഞാൻ ഇതുവരെ ഏട്ടനോട് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇല്ലല്ലോ, എന്തെന്ന് പറയാ നീ ഇപ്പോഴെനിക്ക് ഓർമ്മത്. ഓക്കെ, അപ്പം ഏട്ടൻ എങ്ങനെയാണ്, അല്ലൂസ് ആൺകുട്ടിയാണെന്ന് കുട്ടി ആൺകുട്ടിയാണെന്ന് പറഞ്ഞത്. പിന്നെന്താ, എങ്ങനെയാണ്, ഫോട്ടോ കാണണോ വീഡിയോ കോൾ ചെയ്താണോ എന്താന്നൊക്കെ പറഞ്ഞു. ഇവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഓപ്പറേഷൻ തിയേറ്റർ അല്ല, ലേബർ റൂം. ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, അത് സാരില്ല, അവർക്ക് മനസ്സിലാവും. പറ. ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഓക്കെ, എന്നാ പിന്നെ ആ റൂം കയറ്റിട്ട് ഒരു 10-20 വട്ടയില് ഞാൻ അമ്മ, അപ്പു, അച്ഛൻ ഇവരെ മാറി മാറി വിളിച്ചോണ്ടിരിക്കുന്നു. എല്ലാരും ആയിട്ടില്ല മോനെ ടെൻഷൻ അടിക്കണ്ട, ആയിട്ടില്ല മോനെ ടെൻഷൻ അടിക്കണ്ട. എപ്പോഴാ പ്രസവിച്ചതെന്നറിയോ? നട്ടുച്ചയ്ക്ക് 11:59 നട്ടുച്ചയ്ക്കാണ് പ്രസവിച്ചത്. അങ്ങനെ രാവിലെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടെന്ന്, ഞാൻ മോർണിംഗ് വരെ വെയിറ്റ് ചെയ്ത് ഒരു രക്ഷയില്ല. അന്ന് രാത്രി ഞാൻ പ്രസവിച്ചിട്ട് വേണം ഏട്ടന് ഡ്യൂട്ടിക്ക് പോവാൻ, മനസ്സിലാക്കണം. അത് രാവിലെ ആയിട്ട് ഞാൻ പ്രസവിച്ചില്ല, അങ്ങനെ ഡ്യൂട്ടിക്ക് പോയാൽ പറ്റുമോ? പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഷിഫ്റ്റ് മാറ്റി തരാൻ പറഞ്ഞു. അങ്ങനെ മോർണിംഗ് ഷിഫ്റ്റ് മാറ്റി ഈവനിങ് ആക്കി. അങ്ങനെ എപ്പോഴോ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞ് ഞാനവിടെ വേദന അനുഭവിക്കുമ്പോൾ ഉറങ്ങുകയായിരുന്നല്ലേ? രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, പകലെപ്പോഴും ഉറങ്ങിപ്പോയി. നീ ഉറങ്ങിയത്, നീ പ്രസവിക്കണ്ടേ, ഉറങ്ങിപ്പോയല്ലോ പ്രശ്നം. എന്നിട്ട് അമ്മയാണോ അച്ഛനാണോ പറഞ്ഞില്ല, ആരോ ഒന്ന് വിളിച്ചു പറഞ്ഞു എടാ പ്രസവിച്ച് മോനാണ്. അപ്പോഴെന്തായിരുന്നു താങ്കളുടെ ഒരു എന്തായാലും പറയാം, അത് മോനാണെന്ന് ആഗ്രഹിച്ചത് അല്ലെ മോളാവണമെന്ന് ആഗ്രഹിച്ചനാ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങക്ക് ആദ്യത്തെ കുട്ടിയായിട്ട് എന്തായാലും മതി, പക്ഷെ പെൺകുട്ടി വേണം ഞങ്ങക്ക്. എന്നിട്ട് എനിക്ക് ഒരിക്കലും ഇങ്ങനെ കൊണ്ടു നടക്കാൻ. ഇവൻ പൊരുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പെൺകുട്ടി എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഞാൻ ഒരുങ്ങാനൊക്കെ നല്ലോണം സമ്മതിക്കുന്ന കുട്ടിയായിരുന്നു. എന്തേ അവിടെ പറ. എന്നിട്ട് മോനാണെന്ന് അറിഞ്ഞു. എന്നിട്ട് മോനെ കണ്ടതോ എങ്ങനെയാ? മോനെ കണ്ടത് അത് കഴിഞ്ഞ് 2-3 വട്ടം വിളിച്ചു നോക്കി. അപ്പം പുറത്തേക്ക് കൊണ്ടുവന്നില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പു ആണെങ്കിൽ പിക്ക് അയച്ചെന്ന് അല്ലൂസിന്റെ ഫസ്റ്റ് കാണുന്നത് ഫോട്ടോ. എന്തൊരു കഷ്ടം, വല്ലാത്ത അനുഭവം. പിന്നെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്തോഷം
എന്നിട്ട് എന്ത് എന്നോട് പറയാ ഞാൻ? സന്തോഷം വേണോ ഇനി സന്തോഷം വേണോ? കുറച്ച് കഴിയട്ടെ, ഇതിന്റെ ക്ഷീണം വരട്ടെ, ജോലിക്കൊക്കെ പോട്ടെ. നമ്മള് ക്യൂആൻഡ് ഇൻസ്റ്റയില് അത് ഞാൻ പറഞ്ഞോട്ടെ, അതെനിക്ക് പറയണം. ഇൻസ്റ്റയില് ക്യൂആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഒത്തിരി പേരാണ് നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്യൂആൻഡ് ആൻസർ പറയാം എന്നാലും. എന്നിട്ട് അപ്പൊ അങ്ങനെയായിരുന്നു ഏട്ടന്റെ അനുഭവം കേട്ടോ. ആ പിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇതിലിടാൻ പറ്റില്ല. കാരണം എന്താണ്, എന്താ പറയാ, ചൈൽഡ് ആ സാധനം വരും. മറന്നു കിട്ടും അതിന്റെ വേർഡ് എന്താണ്. അതായത് ഫസ്റ്റ് അപ്പ് അയച്ചെന്ന പിക്ക് പിന്നെ ഇവനെ റാപ്പ് ചെയ്ത് പിന്നെ എന്താ പറയാ, എന്താ ടർക്കിയിലായിരുന്നു പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ടർക്കിയൊക്കെ മാറ്റി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫുൾ നേക്ഡ് ആയിട്ടൊരു ഫോട്ടോ ആണ് ഏട്ടനാ ഫസ്റ്റ് അയച്ചത്. ആ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ പിക്കാണ് ഞാൻ അളിയൻ അയച്ചെടുത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫുള്ള് അങ്ങനെ ഒരു പിക്കാണ് അയച്ചെടുത്തത്. പിന്നെ ആ സമയത്ത് ഇവര് പറഞ്ഞു ഫോട്ടോ ഒന്നും ഷെയർ ചെയ്യണ്ട അങ്ങനെ പറഞ്ഞു, അമ്മയും അച്ഛനൊക്കെ. അപ്പൊ തന്നെ ഷെയർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, അല്ലൂസിന്റെ 2 കുഞ്ഞിക്കാലെടുത്തു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. 2 കുഞ്ഞിക്കാലെടുത്ത സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ ഒരു കൈ എടുത്ത സ്റ്റാറ്റസ് ഇട്ടു. അല്ലൂസിന്റെ നിൽക്കുന്ന ഒരു കൈ ഉണ്ടായിരുന്നു, അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അങ്ങനെ ടിക്ടോക്കിലൊക്കെ അങ്ങനെ കുറച്ച് ഷെയർ ഒക്കെ ചെയ്തു. ആ സമയത്ത് ഭയങ്കരമായിരുന്നു ടിക്ടോക്കിൽ ഭയങ്കര എൻക്വയറി ആയിരുന്നു. ആ ഡെലിവറിന്റെ സമയത്ത് എന്റെ എന്തോ ഒന്ന് ബാൻ ആയി പോയില്ലേ ടിക്ടോക്ക്. ആയിട്ട് പറഞ്ഞിട്ട് ഒരാഴ്ച ബാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. എന്തോ വീഡിയോ എന്തോ ഇതായിട്ട്. അപ്പം അങ്ങനെ കുറെ പേരൊന്നും അപ്പം എനിക്ക് പറയാൻ പറ്റിണ്ടായില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഏട്ടനെ ഞാൻ കാണുന്നത് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നിട്ടാ. അപ്പൊ എന്തായാലും പിന്നെ മറ്റേ വീൽ ചെയറിൽ ഇങ്ങനെ എന്നെ കൊണ്ടുപോവാണ്. കുട്ടീനെ അമ്മ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ചേച്ചി, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ക്യാമറ ഞാൻ മറന്നു, ഞാൻ അവിടേക്ക് നോക്കിപ്പോകുന്നത്, സോറി. അപ്പൊ ഇങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പൊ ലേബർ റൂമിന്റെ പുറത്താണ് വേറൊരു വാർഡിലാണ് നമ്മളെ കിടത്തിണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ലേബർ റൂമിന്റെ ഫ്രണ്ട് കൂടെയാണ് പിന്നെ ഇതിൽ പോവുക. അപ്പൊ ലേബർ റൂം കാണുമ്പോഴേ എന്റെ നെഞ്ചത്ത് 2 ഇടി ഒട്ടിച്ച പോലെയാ. എന്റെ ദൈവമേ അതിന്റെ ഉള്ളിലാണല്ലോ ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിട്ടു ഇടങ്ങണ്ടിട്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു എന്താ മോളെ അവിടെ മതിയായില്ല. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് വരില്ല, അങ്ങനെ പറഞ്ഞിട്ടാ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പെയർ റൂം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വന്നു. ഈ പിക്ക് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഷെയർ ചെയ്ത പിക്കാണ് അല്ലൂസിൻ്റെ നെയിം എല്ലാവർക്കും അറിയിച്ച് കൊടുത്തത് ഈ ഫോട്ടോ വെച്ചിട്ടാണ്. ആൻഡ് ഇവൻ്റെ ഫസ്റ്റ് ഷെയർ ചെയ്ത പിക്ക്. അപ്പോൾ അല്ലൂസിൻ്റെ പേരറിയാതെ കുറച്ച് പേര് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ധ്രുവ് പാർത്ഥീവ് എന്നാണ് കേട്ടോ പേര്. ഓക്കെ, അപ്പോൾ അല്ലൂസിൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പിക്കാണ് അല്ലൂസിൻ്റെ. അതുപോലെ തന്നെ അവൻ്റെ ഫസ്റ്റ് പിക്ക്. ഓക്കെ, അങ്ങനെ അല്ലൂസിന് അധിക പിക്സ് ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് അവൻ്റെ ഓരോ മൊമെൻറ്റ്സും ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സമയത്തൊന്നും എൻ്റെ മനസ്സിൽ എവിടെയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊന്നും ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവനാണെങ്കിൽ നല്ല ഉറക്കത്തിൻ്റെ ആശാനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവനെ കൊണ്ട് അധികം ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അപ്പുറത്തുള്ള കുട്ടി ഉറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അമ്മമ്മയൊക്കെ വന്നിങ്ങനെ പറയട്ടെ മോൻ രാത്രി ഒന്നും ഉറങ്ങുന്നില്ല, ഭയങ്കര കരച്ചില്ലെന്നൊക്കെ. പക്ഷേ ഇവൻ അത്യാവശ്യം നന്നായി ഉറങ്ങുമായിരുന്നു. പിന്നെ ചില സമയത്ത് രാത്രി ആൾക്കാർ മൂട് തോന്നിയാൽ ഉറക്കമൊഴിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുന്ന സമയത്ത് അമ്മമ്മയും അച്ഛമ്മയും ഇരുന്ന് ഉറക്കം തൂങ്ങി ഓനി എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ അപ്പം തന്നെ ഫ്രഷ് ആയിട്ടൊരു സെൽഫി അങ്ങോട്ട് എടുത്തു. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സെൽഫി, ഞാനും അല്ലൂസും. അങ്ങനെ അല്ലൂസിന് പിന്നെ കുറച്ച് ടെസ്റ്റുകൾ അവിടെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ, മെഡിക്കൽ കോളേജിൽ തന്നെ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ മടമ്പ് പരിശോധിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താണ് അച്ഛനും അവർക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ പെയർ റൂമിന്റെ തൊട്ട് താഴെ കൊറോണന്റെ ഐസൊലേഷൻ വാർഡായിരുന്നു. തൊട്ട് താഴെ വെച്ചാൽ കുറച്ച് താഴത്തോട്ട് നല്ല എന്താ പറയാ എല്ലാം നല്ല ശ്രദ്ധിച്ച് തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാലും എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു. പക്ഷെ വാർഡിനേക്കാളും സേഫ് എന്തുകൊണ്ടും പെയർ റൂമാണെന്ന് വെച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഡെലിവറി കഴിഞ്ഞ് വന്നു. എൻ്റെ മുത്തിന് അടങ്ങിയിരുന്നുണ്ടല്ല. ഡെലിവറി കഴിഞ്ഞ് വന്ന് ഞാൻ ഇങ്ങനെ ആ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ വന്നിട്ട് പിന്നെ കുഞ്ഞായുടെ കൂടെ ഇങ്ങനെ എന്തൊക്കെയോ ആക്കുന്നുണ്ട്. അങ്ങനെ ഇവനെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉഷമ്മി റീനമ്മി വാവേനെയും കൊണ്ട് പോയി. എൻ്റെ അടുത്ത് ആകെ ഒരൊറ്റ പീസ് അപ്പു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സമയത്ത് സിസ്റ്ററാണ് വന്ന് പറയുന്നത് ദൃശ്യനെ താഴെ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്, അവിടേക്ക് ചെല്ലണം, എന്തോ ടെസ്റ്റ് ചെക്കപ്പിനാണെന്ന് പറഞ്ഞു.
ഓക്കെ. അപ്പൊ അപ്പു ചോദിച്ചു നിനക്ക് നടക്കാൻ പറ്റുമോ? ആ സമയത്ത് എനിക്ക് പെയിൻ അറിയുന്നില്ലല്ലോ, അപ്പോൾ ഒരു തരിപ്പാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കുന്നതിന് കുഴപ്പമില്ല, നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ എൻ്റെ കൈ പിടിച്ചു, ഞാനൊരു വലിയ വാത്തുക്കോടി നടന്നു നമ്മൾ താഴെ പോയപ്പോഴാണ് ഡോക്ടർ താഴെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ആയി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ സ്ട്രെച്ചർ തന്നെ ആയിരുന്നു, വീൽ ചെയർ വേണമെന്ന് അപ്പോൾ ചോദിച്ചതായിരുന്നു. അപ്പോൾ ആ വീൽ ചെയർ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് വേദന ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. വേറെ കുഴപ്പമൊന്നുമില്ല, മുറിവാണല്ലോ എന്തായാലും അവിടെ ഉള്ളത് സ്റ്റിച്ച്. അപ്പോൾ അതൊന്ന് ഇളകിയിട്ടുണ്ടാവും, അപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ ശരിക്കും എനിക്ക് ആകെ എന്താ പറയാ, അമ്മയൊന്നും കൂടെ ഇല്ലല്ലോ, അപ്പോൾ മുണ്ടിലൊക്കെ ആയി. അപ്പോൾ അപ്പു പറഞ്ഞു സാറില്ല. അപ്പോഴൊക്കെ അപ്പുവിനോടുണ്ടല്ലോ എൻ്റെ അമ്മ, ഓനടുത്തുനിന്ന് ഭയങ്കര കെയർ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അത് ഞാൻ എന്നും പറയൂട്ടോ. അത് കേട്ട് ഏട്ടന് ശീലമായി, ഞാൻ എന്നും ഇങ്ങനെ പറയും. എന്നാലും എൻ്റെ ആ സമയത്ത് ഏട്ടനുണ്ട് കൂടെ ഉണ്ടായില്ലല്ലോ അങ്ങനെ പറയും. ഓക്കെ. അപ്പം എന്തായാലും അപ്പു അന്ന് പോയിട്ട് ഓടിപ്പോയി മുണ്ടൊക്കെ വേറെ എടുത്തുകൊണ്ട് വന്നു. മുണ്ടൊക്കെയാണ് അപ്പു എടുക്കും. അപ്പോൾ മുണ്ടൊക്കെ വേറെ എടുത്തുകൊണ്ട് വന്നു, അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ പറയുക, പാവം. ആ സമയത്ത് പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി ടൈമിലൊക്കെ എന്നെ അത്രയ്ക്കും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ കെയർ ചെയ്യുന്നില്ല നല്ല കേട്ടോ പറയണേ. പക്ഷെ ഇപ്പൊ കുട്ടീനെ അങ്ങോട്ട് കിട്ടി അവന്റെ കയ്യിലേക്ക് പോകാൻ അവളാകെ സോറി പാലം കിടക്കുമ്പോൾ നാരായണ പാലം കിടന്ന കൂരായണെന്ന് പറഞ്ഞത് ഓന്റെ കാര്യത്തിലാണ്. ഞങ്ങൾ കണ്ടു അടികൂടലും അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷെ ഇവനിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ഈ പ്രഗ്നൻസി ടൈം, പിന്നെ അതുപോലെ എന്താ പറയുക ഡെലിവറിന്റെ സമയം, ആഫ്റ്റർ ഡെലിവറി ഒക്കെയാണ്. തിരിച്ച് വീട്ടിലൊക്കെ പിന്നെ എന്നെ മൈൻഡേ ഇല്ല, പിന്നെ കുട്ടി മതിയോനെ എന്നെ മൈൻഡേ ഇല്ല. പിന്നെ നമ്മൾ അടിയെന്നല്ല എന്താ പറയാ, ഓനിങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കലെന്ന്. അങ്ങനെ ആദ്യം ഇങ്ങനെ അയ്യോ ചേച്ചി അങ്ങനെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് പറഞ്ഞിരിക്കാൻ അറിയില്ല, എന്തോ ഒരു ഫീലായിരുന്നു. അതായത് അവൻ അപ്പോൾ അവിടെ ക്ലീനൊക്കെ ചെയ്തു. എന്നിട്ട് എന്നെ എന്തിനാ ഡോക്ടർ വിളിച്ചെന്നറിയോ, ഈ ഡെലിവറി കഴിഞ്ഞ് ഈ എപ്പിസോഡമേ ഇട്ട് കഴിഞ്ഞിട്ട് PV ചെയ്യാൻ വേണ്ടി വിളിച്ചു, എക്സാമിനേഷൻ. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പൊന്നീച്ച് ഇങ്ങനെ പറയും. കാരണം ഈ ഓൾറെഡി PV ചെയ്യാന്നുള്ള ഭയങ്കര പെയിനാണ്, അതിൻ്റെ കൂടെ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെയും PV ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ആകെ മൊത്തം ടെൻഷനായിപ്പോയി. അങ്ങനെ പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഉള്ളിൽ എന്തെങ്കിലും എന്താ പറയുക റെമനൻസ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി അവർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ തിരിച്ചു വിട്ടപ്പോഴത്തേക്കും അല്ലൂസും അമ്മയൊക്കെ അങ്ങനെ വന്നു. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആയി കേട്ടോ. കൊറോണേൻ്റെ ഒക്കെ ആ സ്റ്റാർട്ടിങ് ടൈം അല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ലായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവരും ഏട്ടൻ്റെ വീട്ടിലുള്ളവരും മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇത് അല്ലൂസിന് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങനെ ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്തണോ, പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് വെച്ചിട്ടോ ഇങ്ങനെ പറയണേ. ഇതെൻ്റെ അച്ഛനും അച്ഛനാണ് കേട്ടോ. അപ്പോൾ അവർ ആദ്യമായിട്ട് അല്ലൂസിനെ കാണുകയാണേ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പിക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഉറക്കപ്രാന്തിമാരായ എൻ്റെ അമ്മായി രണ്ടാളും ഒന്നിനൊന്ന് വെച്ചാൽ അല്ലൂസിന് ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഓനൊന്ന് കുറച്ച് നേരം ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് നോക്കും. ഇവരിരുത്താൻ വേണ്ടിയിട്ട്. ഇവരെ ഉറക്കം കണ്ടാൽ തോന്നുന്നു ചെക്കന് വേഗം കിടന്നുറങ്ങും. ഇത് പിന്നെ അല്ലൂസ് രാത്രി ഇവരുടെ ഉറക്കം ഒഴിഞ്ഞിരിക്കുക കേട്ടോ, രണ്ടുപേരും ഇരുന്ന് ഉറക്കം തൂക്കുകയാണ്. ആ സമയത്ത് അല്ലൂസ് എന്നെ ഇങ്ങനെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനെടുത്ത പിക്കാണിത്. ഇത് റീനമ്മ അല്ലൂസിന് എടുത്ത പിക്കാണ്. ഇങ്ങനെ കുറച്ച് പിക്സ് ഉണ്ട്. ഇതൊക്കെ പിന്നെ റിവൈൻഡ് ചെയ്ത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അമ്മമ്മ വിളിച്ചു, ഏട്ടൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസത്തിനോട് തന്നെ ഡിസ്ചാർജ് ആയിട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി വരുന്നതിൻ്റെ അന്നത്തെ കുറച്ച് ഫോട്ടോസ്, ബൂമറാങ്സ് വീഡിയോ ഒക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. കുട്ടി കഴിച്ചു തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടെ വെച്ചു. അമ്മ വരില്ലേ, കൈ മാറ്റി.
അപ്പോൾ എന്തായാലും ഡിസ്ചാർജ് ആയി നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് അന്ന് രാത്രിയാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം പക്ഷേ അത് നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം വെച്ചാൽ ഹോസ്പിറ്റൽ കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നൊന്നും ഒന്നും വാങ്ങിക്കണ്ട, അതായത് മോനുള്ള ഡ്രസ്സൊന്നും ആദ്യം വാങ്ങിച്ചു വെക്കരുത് എന്നൊക്കെ ഒരു എന്താ പറയുക സംസാരം പൊതുവിലുള്ളത് കൊണ്ട് ബേബിക്കുള്ളത് മുമ്പേ വാങ്ങിച്ചു വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നും മോന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ജനിച്ചപ്പോൾ അതായത് അപ്പം ഇടാനുള്ള 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് വാങ്ങിച്ചു. അത് ബാക്കിയൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്ന് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്ചാർജായി, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി. ബേബിക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, എനിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി. ഇതൊക്കെ അല്ലൂസിൻ്റെ അപ്പുമാമൻ്റെ പണികളായിരുന്നു. അല്ലൂസ് ആദ്യമായിട്ട് വരുന്ന ദിവസം റൂമൊക്കെ കുറച്ച് ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ച്, പിന്നെ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അല്ലൂസിൻ്റെ ഗൃഹപ്രവേശവും അച്ഛൻ്റെ ബർത്ത്ഡേയും ഒക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇത് വീട്ടിൽ വന്നിട്ട് അപ്പുവും അല്ലുവും കൂടെ എടുത്ത ഫസ്റ്റ് പിക്കാണിത്. മൂപ്പര് വീട്ടിലെത്തിപാട് മൂപ്പര് പണി തുടങ്ങിയിട്ടോ, ഉറക്കം. പക്ഷെ പണ്ട് ഉറങ്ങിയതിന് മാത്രം ഇപ്പോൾ ഒരു തുള്ളി ചെക്കൻ ഉറങ്ങൂല, ഫുൾ അലമ്പ് കളിച്ച് നടക്കുക. ഡിസ്ചാർജായി വീട്ടിൽ വന്ന് അന്ന് രാത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. കടകൾ ഫുൾ ക്ലോസ്. അപ്പോൾ ഒന്നും നമുക്ക് ആകെ മൊത്തം ബുദ്ധിമുട്ടായിപ്പോയി. കാരണം മോൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മളെ കണ്ണൻ അവനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ അങ്ങനെ ഷോപ്പൊക്കെ അന്വേഷിച്ച്, അതായത് ഹോസ്പിറ്റലിനടുത്ത് തന്നെയുള്ള ഷോപ്പൊക്കെ അന്വേഷിച്ച് അവിടുന്ന് വാങ്ങിച്ച്, പിന്നെ നമ്മളത് ഭയങ്കരമായിട്ട് സാനിറ്റൈസൊക്കെ ചെയ്ത് ഇങ്ങനെ നന്നായി ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ പ്യുവർ ആക്കിയിട്ടാണ് പിന്നെ മോന് വേണ്ടി അത് യൂസ് ചെയ്തത്. പിന്നെ ബുദ്ധിമുട്ടായത് എന്താണെന്ന് വെച്ചാൽ എനിക്കുള്ള മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടി. ആയുർവേദം കുറച്ച് മെഡിസിൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അതായത് പോസ്റ്റ്മോർട്ടമായിട്ട് ഡിപ്രഷൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ എന്തായാലും ഡെലിവറി കഴിഞ്ഞാൽ ചിലർക്ക് ഒരു കുഞ്ഞു ഡിപ്രഷൻ ഉണ്ടാവും. അതിപ്പോൾ എത്ര ഇല്ല, ഞാൻ ആകെ പ്ലസൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും കുറച്ച് ഡിപ്രഷൻ ഉണ്ടാവും. എനിക്ക് ഡിപ്രഷൻ്റെ ഒരു എന്താ പറയുക ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ പോലും എനിക്ക് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ബേബി കരയുന്നതാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഞാൻ എന്തൊക്കെ കെയർ ചെയ്തു, ഹെയറിനാണെങ്കിലും അതുപോലെ നമ്മളെ ബോഡിക്കാണെങ്കിലും പിന്നെ ഉള്ളോട്ട് കഴിച്ച മരുന്നുകളാണെങ്കിലും ഒക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയായിരുന്നു ഒരു ഡെലിവറി. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു ആ ഒരു മൊമെന്റ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അവനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയാ അത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നമുക്കൊരു ബേബി ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അതായത് നമ്മൾ മുമ്പ് കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ഒരു ഫിലിം കാണുമ്പം അതിലൊരു ബേബി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ബേബി കരയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതൊരു ചെറിയൊരു മൈൻഡിലൊരു നെഗറ്റീവായിട്ടാണ് തോന്നുകയാണെങ്കിൽ പോലും ഇത്ര സിവിയർ ആയിട്ടുണ്ടാവില്ല. നമുക്കൊരു ബേബി ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഓരോ ഫിലിമിൽ ഏതെങ്കിലും കുട്ടികൾ കരയൊക്കെ ആണെങ്കിൽ എനിക്ക് വല്ലാണ്ട് അല്ലൂസിന്റെ ഫേസ് പോലെയോ അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ രംഗങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. അത് ഞാൻ ആ പോർഷനൊക്കെ വേഗം അടിച്ചു കളയും, എനിക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ കുറേ ചേഞ്ചസ് നമ്മളെ ലൈഫിലുണ്ടാവും. അതായത് എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അമ്മമ്മ, ഏട്ടൻ്റെ അമ്മ, പിന്നെ അങ്ങനെ എല്ലാവരും, അച്ഛൻ, അപ്പു, ഏട്ടൻ, എല്ലാവരും എന്താ പറയുക അത്രയ്ക്ക് എനിക്ക് സപ്പോർട്ടിനുള്ളത് കൊണ്ട് എനിക്ക് വലിയ രീതിയിലൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ എൻ്റെ ലൈഫിൽ ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഞാനിത് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ പെട്ടെന്ന് ബേബി ആയതിൻ്റെ പേരിൽ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മെൻ്റൽ പ്രഷർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒന്നും എനിക്ക് പറയാനേ പറ്റില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞാൽ ദൈവം ക്ഷമിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല 2 ഫാമിലി കിട്ടിയതുകൊണ്ട് ഹാപ്പിയാണ് ഇപ്പോഴും. ഇനി അങ്ങനെ ആവട്ടെ. അപ്പോൾ എന്തായാലും എൻ്റെ ഡെലിവറി സ്റ്റോറി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏറ്റവും എനിക്ക് ഒരു വാവ് മൊമെന്റ് തോന്നിയത് അതാണ്. അതായത് എൻ്റെ മോനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ. പിന്നെ ഞാൻ ഏട്ടനെ കണ്ട കാര്യം പറഞ്ഞില്ല അല്ലേ. ഓക്കെ, പിന്നെ റൂമിൽ വന്നതിന് ശേഷം ഏട്ടൻ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. മോനെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുത്തു. അതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, കാരണം ഏട്ടനെ കണ്ടില്ലല്ലോ, ഏട്ടനെ അടുത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്തുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ആ സമയത്ത് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മോൻ എൻ്റെ കയ്യിലേക്ക് കിട്ടി, ഏട്ടൻ എൻ്റെ അടുത്തില്ല. അപ്പം നമ്മൾ 3 പേരും കൂടി ഇനി എപ്പോഴാ ഒരു മീറ്റ്, അങ്ങനെ ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ ഏട്ടനെ കണ്ടപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതായത് വീഡിയോ കോളിൽ മാത്രമല്ല, അല്ലാണ്ട് ഞാൻ നേരിട്ട് ഏട്ടനെ കണ്ട സമയത്തും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കരച്ചിലോളി ആയതുകൊണ്ട് എനിക്കിപ്പോഴും കണ്ടറിയുന്നില്ലേ. ഓക്കെ, അപ്പം അങ്ങനെ അതൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. അതിലുള്ള ഏതെങ്കിലും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിലൊക്കെ എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറി ഒത്തിരി എന്താ പറയുക ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കാരണം ഞാൻ ഡിലേ വന്നിട്ടുണ്ട്, ഓരോരോ പാർട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറേ ഡിലേ വന്നിട്ടുണ്ട്. ഓരോരോ ബിസിയായി പോകുന്ന കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇവനൊന്നും സമ്മതിക്കില്ല, കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇവൻ അലമ്പാക്കും. അതുകൊണ്ട് വീഡിയോ ഫുള്ളി ഇടാനൊന്നും കഴിയാറില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിപ്പോയത്. അപ്പം എന്തായാലും ഞാൻ മാക്സിമം സ്പീഡാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത്, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പം പ്രഗ്നൻ്റ് ആയി ഇരിക്കുന്ന ആൾക്കാർ വെറുതെ ഓരോ നല്ല ചെയ്യോ എനിക്ക് പ്രസവിക്കണം ആ ടെൻഷൻ വേണ്ട. കാരണം നമുക്ക് ഓരോരുത്തർക്ക് എന്താ വിരിച്ചത് അതുപോലെ തന്നെ നടക്കുക. ഓക്കെ, അപ്പോൾ ആ സമയത്തേക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്, ഇനി കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അതൊരു അടിപൊളി മൊമെൻ്റ് ആണ് കേട്ടോ. എല്ലാവരോടും പറയാം, കിടക്കാച്ചി നമ്മുടെ ലൈഫിൽ നമുക്ക് എന്നും മറക്കാണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മറന്നു പോകുന്നത്, ഇത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ട് മറന്നുപോയി ഒരേ ഒരു കാര്യം ഞാൻ അതേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഒന്ന് കയ്യിൽ ആരും പിച്ചേ വരെ കുറച്ച് നേരത്തേക്ക് വേദന ഉണ്ടാവും. പിന്നെ ഞാൻ എന്ന് ഓർക്കും, അയ്യോ എനിക്കിതൊരു വേദനയായിരുന്നു, അത് അങ്ങനത്തെ വേദനയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഡെലിവറി പെയിൻ എനിക്കിപ്പോഴും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കാരണം ആ വേദന സുഖമുള്ളൊരു വേദന ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവന്റെ മുഖം കാണുമ്പോൾ നമുക്ക് ആ വേദന മറക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കണം ആ വേദന എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാവരും പോയി നന്നായി പ്രസവിച്ചു വരുന്നു. ഓക്കെ, അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറി ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ, ബൈ ബൈ, സീ യു.